അയാൾ പതിവായി ഒരു ഹോട്ടലിൽ നിന്ന് തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത്. ഓർഡർ സ്വീകരിക്കുന്ന ആളുടെ കയ്യിൽ പണം മുൻകൂറായി നൽകുന്നതാണ് അവിടുത്തെ രീതി. എല്ലാ തവണയും കൃത്യം തുക തന്നെ നൽകുന്നത് കണ്ട വിളമ്പുകാരൻ അയാളോട് ചോദിച്ചു, താങ്കളുടെ കയ്യിൽ എങ്ങനെയാണ് എന്നും കൃത്യം ചില്ലറ കാണുന്നത്? അയാൾ പറഞ്ഞു, എനിക്കൊരു അത്ഭുത വിളക്കുണ്ട്. അതിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട ഭൂതം വരം നൽകി എന്ത് വാങ്ങിയാലും അതിനുള്ള കൃത്യം തുക എന്റെ പോക്കറ്റിൽ കാണും. നിങ്ങൾ എന്തൊരു മണ്ടനാണ്! സാധാരണ എല്ലാവരും കോടികൾ ചോദിക്കും, നിങ്ങൾ ചില്ലറ ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, ഏതാണ് മെച്ചം? കോടികൾ ഒരുമിച്ച് കിട്ടിയിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നതോ, ഓരോ സമയത്തും വേണ്ടത് അപ്പപ്പോൾ ലഭിക്കുന്നതോ? ആധിക്യമാണ് ആഡംബരങ്ങളുടെയും അനാവശ്യങ്ങളുടെയും ആദ്യ കാരണം. അളവിൽ കവിഞ്ഞ് ലഭിക്കുന്നതൊന്നും അളന്ന് ഉപയോഗിക്കാനാകില്ല. അവയോടുള്ള മനോഭാവം തന്നെ നിസ്സംഗതയും നിസ്സാരതയുമായിരിക്കും. ആരും അറിയാതെ അപ്രതീക്ഷിതമായി കൈവന്നതെല്ലാം അതിവേഗം അപ്രത്യക്ഷമാകുന്നതിന്റെ കാരണം എന്താണ്? സമ്പാദിക്കാൻ അറിയാത്തവന് ചെലവഴിക്കാനും അറിയില്ല. ആവശ്യങ്ങളിലൂടെയും അതിന്റെ വിഷമതകളിലൂടെയും കടന്ന് അനാവശ്യങ്ങളിൽ നിന്ന് വളരെ കൃത്യമായ അകലം പാലിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവർ അന്നന്ന് വേണ്ട ആഹാരത്തിലൂടെ വിശപ്പകറ്റും. ആർത്തിക്കനുസരിച്ചല്ല, ആവശ്യങ്ങൾക്കനുസരിച്ചാകണം സമ്പാദ്യവും ചെലവുകളുമെല്ലാം. കരുതലും നിക്ഷേപവും അനാവശ്യമെന്നല്ല, പക്ഷേ അവയുടെ വലിപ്പം കൊണ്ട് കാഴ്ച മറഞ്ഞു പോകരുത്. ഒരാൾ ഉപയോഗിക്കാതെ വച്ചിരിക്കുന്ന നിധിയുടെ അളവല്ല അയാളുടെ ജീവിത വിജയത്തിന്റെ തെളിവ്. ഫലപ്രദമായും ഗുണനിലവാരത്തോടെയും ചെലവഴിച്ച സമയവും സമ്പാദ്യവുമാകും ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ മുതൽമുടക്ക്.